എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മെയ് 19-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മുടെ സംസ്ഥാനത്ത് വി.ഡി. സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. മുഖ്യമന്ത്രിയോടൊപ്പം 20 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യ മന്ത്രിസഭാ യോഗം കൂടി ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളുമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ നടത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആദ്യ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 2 ഗ്യാരണ്ടി നടപ്പിലാക്കാൻ എടുത്തിട്ടുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ടാണ്. ജൂൺ 15 മുതൽ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യമായി KSRTC യാത്ര അത് വാഗ്ദാനമായിരുന്നു. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മന്ത്രിസഭാ യോഗ തീരുമാനം ഇന്നുണ്ടായിട്ടുണ്ട്. ജൂൺ 15 മുതൽ അത് നടപ്പിലാക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വകുപ്പ് തുടങ്ങും എന്ന് പറഞ്ഞിരുന്നു. അതിനും ഇന്നൊരു തീരുമാനമായിരിക്കുകയാണ്. വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ എല്ലാ പരാതികൾക്കും പരിഹാരം കാണുന്നതിന് വേണ്ടി വയോജന വകുപ്പ് യാഥാർത്ഥ്യമാവുകയാണ്. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു വകുപ്പ് ഒരു സർക്കാർ കൊണ്ടുവരുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇതുകൂടാതെ മറ്റ് വാഗ്ദാനങ്ങൾ കൂടി നടപ്പിലാക്കി തുടങ്ങിക്കൊണ്ടാണ് ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനമായിട്ടുള്ളത്. ആശാ വർക്കർമാരുടെ വേതനത്തിൽ 3000 രൂപയുടെ വർധനവ്, അംഗനവാടി ജീവനക്കാരുടെയും ഹെൽപ്പർമാരുടെയും വേതനത്തിൽ 1000 രൂപയുടെ വർധനവ്, പാചക തൊഴിലാളികൾക്ക് 1000 രൂപയുടെ വർധനവ്, പ്രീ പ്രൈമറി, ഇങ്ങനെ നിരവധി പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. ബാക്കി പ്രഖ്യാപനങ്ങളെല്ലാം ഉടൻ ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട്. മറ്റ് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. അഡ്വക്കേറ്റ് ജനറൽമാരെ മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പറയാം. എന്തായാലും ജനങ്ങളെ ബാധിക്കുന്ന ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ കാത്തിരിക്കുന്ന മറ്റ് സഹായ പദ്ധതികളെല്ലാം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയും, ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് തന്നെ ലഭിക്കും എന്നുള്ള സൂചനകളാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വകുപ്പ് എന്ന് പറഞ്ഞാൽ വയോജനങ്ങൾക്ക് ഇനി ഒരു പ്രയാസം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു നടപടിയും പുതിയ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, അത് വയോജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് 16 മാസത്തെ കുടിശ്ശിക നിലവിലുണ്ട്. ആ ഒരു കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും ഇതിനോടൊപ്പം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. ക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ഇപ്പോൾ നമുക്ക് ലഭ്യമല്ല. എന്തായാലും ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഇത്തരം ഒരു തീരുമാനം ഒരു ശുഭപ്രതീക്ഷയാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വഴിയേ വരും. ഇനി ഇടക്കാല ബജറ്റ് വരാനിരിക്കുന്നു, അടുത്ത മാസം അതുണ്ടാകും. നിയമസഭാ സമ്മേളനം ഇപ്പോൾ വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മെയ് 21-ന് MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കും. CPM വിട്ട് UDF വന്ന മുൻ മന്ത്രി G. സുധാകരൻ പ്രോട്ടം സ്പീക്കറാകും. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്ത് മുഖ്യമന്ത്രി. 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. പുതിയ കേരള സർക്കാരിന് സാധ്യമായ എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകുന്നു. വി.ഡി. സതീശന് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. LDF സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ക്ഷേമ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും എന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. 2023-ൽ നടന്ന നവകേരള സദസ് യാത്രക്കിടെ ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പുനരന്വേഷണത്തിന് പുതിയ ടീമിനെ നിയോഗിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേസിൽ തെളിവുണ്ട് എന്നും അന്വേഷണം വേണമെന്നും ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിട്ടും അന്വേഷണം ആരംഭിക്കാത്ത സാഹചര്യത്തിലാണ് അധികാരമേറ്റ ഉടനെ തന്നെ ഇതിനുവേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. 10 സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ബക്രീദ് കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബിരിയാണി അരി 3 കിലോ, പഞ്ചസാര 1 കിലോ, ശബരി വെളിച്ചെണ്ണ 1 ലിറ്റർ, ശബരി അപ്പപ്പൊടി 1 കിലോ, ശബരി ഗോൾഡ് ടീ 250 ഗ്രാം, ശബരി മീറ്റ് മസാല 100 ഗ്രാം, ശബരി ഗരം മസാല 50 ഗ്രാം, ശബരി ചിക്കൻ മസാല 100 ഗ്രാം, ശബരി കുരുമുളക് പൊടി 100 ഗ്രാം,
മസാലക്കൂട്ട് 50 ഗ്രാം എന്നിങ്ങനെ 10 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള കിറ്റാണ് ലഭിക്കുക. ഇത് മെയ് 18 മുതൽ 26 വരെ വാങ്ങാൻ കഴിയും. പൊതുവിപണിയിൽ 1101 രൂപ വില വരുന്ന സാധനങ്ങൾ 850 രൂപക്കാണ് ലഭിക്കുക എന്നാണ് സപ്ലൈകോ അറിയിച്ചിട്ടുള്ളത്. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഇത് വാങ്ങാൻ കഴിയുന്നതാണ്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.